ഞാൻ കേരളോർമ്മ കോളേജിൽ പഠിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന പഴയ ആൾക്കാർക്കും എനിക്ക് പലരെയും കണ്ടു മറന്ന ആൾക്കാർ. ഒരു പഴയ കലാലയ ഓർമ്മകളിലേക്ക് എന്നെ ഉള്ളിയിടാൻ സഹായിക്കുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം ചിലത് എസ് എഫ് ഐക്കാർ തന്നെ അവിടെ ഇരിക്കണം തോന്നുന്നല്ലേ. കുറച്ച് നരക്കമുള്ള ബാധിച്ചെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ചോരത്തിളപ്പിലൊരു ഒന്നും മാറിയില്ല. ഇപ്പം കേരളോർമ്മ കോളേജിൽ പഠിച്ച് ഞാൻ പിന്നീട് ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അന്നത്തെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്നത്തെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എത്രത്തോളം വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയുക. ഒരുപക്ഷെ ഇന്ത്യ എങ്ങനെ ഇരുണ്ടുപോയി മാറിപ്പോയി എന്ന്, അതല്ലെങ്കിൽ വീണ ഈ പുസ്തകത്തിൽ വരച്ചതുപോലെ നമ്മുടെ മഹാകവികൾ വള്ളത്തോൾ മുതൽ വൈലോപ്പിള്ളി വരെ, അതിനിടയിൽ നമ്മുടെ പുതിയ കവികൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന സച്ചിദാനന്ദൻ മുതൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട് വരെയുള്ള കവികൾ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ കാരുണ്യത്തിന്റെ, അനുഭാവത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ആ ഒരു പ്രത്യയശാസ്ത്രത്തെ, ദർശനത്തെ എങ്ങനെയാണ് തങ്ങളുടെ വരികളിലേക്ക് സന്നിവേശിപ്പിച്ചതെന്ന് വീണ പറയുമ്പോൾ കാരുണ്യം മാറി ക്രൗര്യം, ക്രൂരത, ഹിംസ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമായിട്ടുള്ളത്. ഞാൻ JNU ക്യാമ്പസിനെ കുറിച്ച് പറഞ്ഞു. ഞാനവിടെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് സൂര്യന്റെ കീഴിലുള്ള ഏത് വിഷയത്തെ കുറിച്ച് ഞങ്ങൾക്ക് ചർച്ച ചെയ്യും. ഞങ്ങൾ ചർച്ച ചെയ്യാത്തതായിട്ടൊരു വിഷയം. ഇന്ന് തീഹാർ ജയിലിൽ കിടക്കുന്ന JNU വിദ്യാർത്ഥികൾ, ഞങ്ങളൊക്കെ അന്ന് അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഒരു 4/1 അവർ പ്രയോഗത്തിൽ ചെലുത്താൻ ശ്രമിച്ചപ്പോൾ അവർ തീഹാറിന്റെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. 5 വർഷമായിട്ടും തീഹാർ ജയിലിൽ കഴിയുന്ന ആൾക്കാർ. നിങ്ങൾ കാശ്മീർ വിഷയത്തെ കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചാൽ നിങ്ങൾ രാജ്യദ്രോഹിക്കുക. നിങ്ങൾ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ദേശസ്നേഹിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് ന്യൂനപക്ഷ നാമങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ മിനിറ്റിലും നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാഗവാക്കാണെന്ന് തെളിയിക്കാൻ വേണ്ടി ചില മുദ്രാവാക്യങ്ങൾ മുഴക്കണം. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചില്ലെങ്കിൽ അവന് ദേശസ്നേഹമില്ല എന്ന് കൽപ്പിക്കപ്പെടുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തിലൂടെയാണ് നമ്മൾ കടന്നത്. ഇന്ന് JNU ക്യാമ്പസിൽ ഇപ്പൊ ഇവിടെ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു പോകുന്നു. അവിടെ പലപ്പോഴും പല ഘട്ടങ്ങളിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആചാരരീതിക്കനുസരിച്ച് ഭക്ഷണക്രമം ക്രമീകരിക്കേണ്ടതായ ഒരു സാഹചര്യ സംജാതമാണ്. ഇപ്പോൾ ഈ കാവടി യാത്ര എന്ന് പറയുന്ന ഒരു യാത്രയാണ്. അത് ഗംഗയിൽ നിന്ന് ഗംഗാ ജലമെടുത്ത് തിരിച്ചു പോയി അവരവിടെ ശിവക്ഷേത്രം. നല്ല കാര്യം. ഓരോരുത്തരും അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിക്കണമെന്നും അവർക്ക് മുറുകെ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടാകണമെന്നും നിഷ്കർഷിക്കുന്നവരാണ് നമ്മളെല്ലാം. പക്ഷേ ആ യാത്ര പോകുന്നോടത്തെല്ലാം നിങ്ങൾ മാംസാഹാരം കഴിക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, നിങ്ങളുടെ തൊഴില് നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫാഷിസത്തിന്റെ വിളയാട്ടങ്ങൾ നമ്മൾ കണ്ടുകൊള്ളുന്നത്.